Hello everyone, welcome back to Microsoft Excel Malayalam tutorial series presented by Excel Village. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സൽ ഇന്റർഫേസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് റിബൺ, എന്താണ് ക്വിക്ക് ആക്സസ് ടൂൾബാർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ എക്സലിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വിക്ക് ആക്സസ് ടൂൾബാറിനെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. ഇത് അധികം ആർക്കും അറിയാത്ത എന്നാൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എക്സലിൻ്റെ ഒരു ഫീച്ചറാണ്. ഈ ഒരു ക്വിക്ക് ആക്സസ് ടൂൾബാർ എന്നുള്ളത് എക്സലിൻ്റെ കൂടെ 2007 മുതൽ തന്നെ ഉള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു സ്ക്രീനിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കാണുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾബാർ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് ഹോം, സേവ് ആസ്, റിപ്പീറ്റ് എന്നിങ്ങനെയുള്ള കുറച്ച് കമാൻഡ്സൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ വളരെ ഓപ്പണായിട്ട് യൂസ് ചെയ്യുന്ന സേവ് ആസ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ഓപ്പണായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന കമാൻഡ്സ് ആവില്ല നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് മൈക്രോസോഫ്റ്റ് ഈ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ചെറിയ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അപ്പിയർ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സേവ് ആസ് എന്നുള്ള ഇങ്ങനെ തുടങ്ങിയ കുറച്ച് ഓപ്ഷൻസ് എല്ലാം ഓൾറെഡി ടിക്ഡ് ആണ്. അപ്പോൾ അതിനർത്ഥം ഈ ഓപ്ഷൻസ് എല്ലാം ഓൾറെഡി നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ടിക്കല്ല. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ടിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രിൻ്ററിൻ്റെ ഒരു ഐക്കൺ നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രിൻ്റ് ഡയലോഗ് ബോക്സ് അപ്പിയർ ആവുന്നത് കാണാം. അപ്പോൾ നമുക്ക് എപ്പോഴും പ്രിൻ്റ് എടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ഒരു പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനെ അവർക്ക് കൊണ്ടുവരാം. ഇനി ഈ ഒരു ലിസ്റ്റിൽ കാണിക്കുന്നതിന് പുറമെ നിങ്ങൾക്ക് കൂടുതൽ കമാൻഡ്സ് ഈ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ മോർ കമാൻഡ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് അപ്പിയർ ആവുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏത് കമാൻഡാണോ നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പോൾ ഞാൻ കോപ്പി എന്നുള്ള കമാൻഡ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ സേവ് ചെയ്താൽ അതിവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് ഒരു കമാൻഡ് റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മോർ കമാൻഡ്സ് പോയിട്ട് ഈ ഒരു ഭാഗത്തിൽ നിന്ന് കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നുള്ള ഈ ഒരു വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് കമാൻഡാണോ റിമൂവ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ കോപ്പി റിമൂവ് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലെസ് ദാൻ സിമ്പിളിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു കമാൻഡ് ഇപ്പോൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നിന്ന് റിമൂവ് ആവുന്നതാണ്. അപ്പോൾ അതിന് ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു കോപ്പി എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നുള്ള ഫീച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ എക്സൽ വില്ലേജിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.